മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കു ശേഷം നടന്ന ആദ്യ UDF യോഗമാണ് തിരുവനന്തപുരത്ത് ചേർന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട. CMPയും SJDയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എമ്മും മുസ്ലിം ലീഗും ഓരോ സീറ്റ് അധികം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. പാർലമെന്റിന്റെ കാര്യങ്ങൾ ഇപ്പോൾ പലരും CMP ഒരു സീറ്റ് കിട്ടിയുള്ളത് ആഗ്രഹമുണ്ട്, മറ്റേ സോഷ്യലിസ്റ്റ് ഒരു സീറ്റ് കിട്ടിയുള്ളത് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞില്ല. മറ്റു രണ്ട് കക്ഷികൾക്കും ഓരോന്നും കൂടി അഡീഷണൽ ആയിട്ട് കിട്ടിയുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇന്ന് തീരുമാനമായില്ല. അതെല്ലാം 16-ാം തീയതി അത്തരം കാര്യങ്ങൾ അവരോട് ഉന്നയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ 16-ന് ചേരുന്ന ഏകോപന സമിതി യോഗത്തിൽ വീണ്ടും ചർച്ച ചെയ്യും. ഇതിനു മുമ്പായി മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എം, സോഷ്യലിസ്റ്റ് ജനത എന്നിവരുമായി 6-ന് ഉഭയകക്ഷി ചർച്ച നടക്കും. അതേസമയം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ചീഫ് വിപ്പ് PC ജോർജിനെ മാറ്റണമെന്ന് അംഗങ്ങൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് MLA-മാർക്ക് കോൺഗ്രസ് പാർട്ടി തന്നെ വിപ്പ് നൽകിയാൽ മതിയെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. PC ജോർജിനെതിരായ പരാമർശങ്ങൾ UDF ചർച്ച ചെയ്തെങ്കിലും വിമർശനങ്ങൾ അതിരുകടക്കരുതെന്ന പൊതു അഭിപ്രായമാണ് യോഗത്തിലുയർന്നത്. മീഡിയ 1 തിരുവനന്തപുരം.